ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അങ്ങനെ ഇന്ന് കക്കാടംപൊയിൽ ഞങ്ങളുടെ സെക്കൻഡ് ഡേ ആണ്. ഞങ്ങൾ ഓർത്തു ഇപ്പൊ 10 മണിയായി, ബട്ട് സ്റ്റിൽ നല്ല കോടയുണ്ട്. അപ്പൊ ഞങ്ങൾ ഓർത്തു ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങാൻ, നടക്കാം, എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കാന്ന്. സോ പോവാ. ഞങ്ങൾ നേരെ തന്നെ പാർക്കിലേക്കാണ് ഗൈസ് വന്ന. അങ്ങനെ നടന്ന് ഞങ്ങൾ ഇന്നലെ കളിച്ച പൂളിൻ്റെ സൈഡിൻ്റെ അവിടെയാണ് എത്തിയത്. അവിടെ ഇപ്പം നല്ല വ്യൂ ആയിരുന്നു കാണാനായിട്ട്. മലയുടെ മുകളിൽ ഫുള്ള് കോടയൊക്കെ കയറി നല്ല രസമുണ്ട് അവിടുത്തെ വ്യൂ കാണാൻ. പിന്നെ അവിടെ കുറേ പിള്ളേർ കളിച്ചുകൊണ്ടിരിക്കണ്ടായി. ഞാൻ അവരൊക്കെ ഒപ്പം പോയിട്ട് കുറേ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്കിവിടെ ഈ റിസോർട്ടിൻ്റെ അടുത്ത് തന്നെ ആയിട്ടൊരു ചെറിയൊരു അമ്യൂസ്മെന്റ് പാർക്ക് പോലെയൊക്കെ ഉണ്ട് ഗൈസ്. ബട്ട് അവിടേക്ക് നമുക്ക് എൻട്രി ഫീ പെർ ഹെഡ് 800 ആണ്. അല്ല, 899 അല്ലേ? സോ വി തോട്ട് ഓഫ് വേണ്ട, പോവണ്ട, നമുക്ക് അതിനും നല്ലത് വണ്ടർലേക്ക് കിട്ടൂലേന്ന് ഓർത്തിട്ട് നമ്മ പോയില്ല ഗൈസ്. അങ്ങനെ നമ്മ പൂളൊക്കെ എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം ഞങ്ങൾ ഒരു റീലിന്റെ പ്ലാനിങ് ആയിരുന്നു. അങ്ങനെ നമ്മ 3 കൂടി ഡാൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് റീൽ എടുത്തോണ്ടിരിക്കുക. ഞാൻ പിന്നെ പുറകെ വന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി. അങ്ങനെ റിസോർട്ട് ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം ഞങ്ങൾ അടുത്തതായിട്ട് ഒരു ട്രക്കിങ്ങിന് പോവാണ്. കുരിശുമല എന്ന് പറഞ്ഞ മലയിലേക്കാണ് ട്രക്കിങ് പോണേ. നമ്മളിപ്പോ കുരിശുമലക്ക് പോകുന്നു. റോഡൊക്കെ ഭയങ്കര മോശമാണ്. നമ്മള് വന്ന ബസ് വണ്ടിയിൽ പോവാൻ പറ്റില്ല. സോ നമ്മള് ജീപ്പില് പോയിക്കൊണ്ടിരിക്കുക. ട്രക്കിംഗ് ആണ്. ഒരു മണിക്കൂർ ടൈം ഉണ്ട്. സോ നമുക്ക് എല്ലാം നോക്കി കറങ്ങി ട്രക്കിംഗ് ഒക്കെ അടിച്ചു പൊളിച്ച് വരാം. കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേറാനൊക്കെ, എന്നാലും ഞങ്ങൾ കയറി വരുന്നു. ഓക്കെ. അയ്യോ പാപ്പ കിട്ടല്ല. ഒന്നൊരു ഹായ് അഞ്ചോ. ഇത് കുരിശുമല നമ്മൾ ട്രക്ക് ചെയ്തിട്ട് ഏകദേശം 1 കിലോമീറ്റർ ഇപ്പൊ മുകളിലേക്ക് കയറി വന്നിട്ടുണ്ട്. ഇനി വീണ്ടും ഇവിടുന്ന് മുമ്പോട്ടുണ്ട്. അവിടെ എല്ലാരും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പോയിട്ട് വേണം അവിടേക്ക്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? അതിന്റെ ഇടയ്ക്ക് ഒരാള് വീണു. അത് എല്ലാരും കൂടി പൊക്കി പിടിച്ചു. ഇപ്പൊ ഷാറായിട്ട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കൂട്ടത്തിരിക്കുന്ന അയാള് വീണു. ഇപ്പൊ ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. നമ്മൾ വീണ്ടും നടന്നു തുടങ്ങി. ഏകദേശം 1 കിലോമീറ്ററോളം. നമ്മ നടന്നു വന്ന വഴി മൊത്തം കോട മൂടി. ആക്ച്വലി നമ്മ ഹൈറ്റിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നതോറും നമ്മുടെ അടുത്തു കൂടി കോട പൊക്കോണ്ടിരിക്കുക. വിദൂരതയെ വന്നതാണ് ഉമ്മച്ചി രഞ്ജു. രഞ്ജു ഫുള്ളും ചീനയും കൊണ്ടാണ് നടക്കണത്.
പറയുന്ന സ്ഥലത്ത് നിന്നിപ്പോ ഏകദേശം നമ്മൾ ഒരു അരമണിക്കൂർ സഞ്ചരിച്ചിട്ട് കുരിശുമല അതിന് താഴെ വന്നു. ട്രക്കിങ്ങിലാണ് വന്നത്. വളരെയധികം വൈബ്രന്റ് ആയിട്ടുള്ള വഴിയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഏകദേശം അതിന്റെ മുകളിൽ കയറി ഏകദേശം മലമുകളിലേക്ക് 1 മണിക്കൂർ സഞ്ചരിച്ച് മലമുകളിലെത്തി. ഇനി വീണ്ടും ഇവിടുന്ന് കാണുന്ന വ്യൂവിലൊരു ക്രൂസ് ഉണ്ട്, കുരിശ് അതുണ്ട്. ഇനി അതൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഇനി ഞങ്ങൾ ഇറങ്ങുന്നത്. ഓക്കെ ഓക്കെ. അവസാനം ഞങ്ങൾ ഞങ്ങള് കുരിശുമലയിലെത്തി. ഇതാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന കുരിശുമല. അവസാനം കുരിശിലേക്ക് എത്തി. കുരിശിനടുത്തേക്ക് എത്തി. ഇതാണ് ഇവിടെയുള്ള എന്താ പറയാ കുരിശുമലയിലെ കുരിശ്. കുരിശുമലയിലെ കുരിശ്. ഓക്കെ. അങ്ങനെ കുരിശെല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ച് മല ഇറങ്ങിയാണ്. സ്റ്റീപ്പായിട്ടുള്ള ഇറക്കമല്ല, ചില സമയം ഇറക്കം, ചില സമയം കയറ്റം, അങ്ങനെയാണ്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം ഗൈസ്, രഞ്ജു ആണ് ഫുള്ളും ഉംചിനെ ഈ മല കയറ്റിയത്. ആൻഡ് ഉംചിക്ക് ഈ ഏജിലും ഇത്രയും മല കയറാനും ട്രക്ക് ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് സോ ഗുഡ്. എന്നെക്കാട്ടി നന്നായിട്ട് ഉംചി ചെയ്തു എന്ന് വേണം പറയാനായിട്ട്. തിരിച്ച് ട്രക്കിംഗ് ചെയ്ത് ഞങ്ങൾ ഞങ്ങളുടെ വണ്ടിയിലേക്ക് പോണ ഫുട്ടേജസ് ആണ് ഇപ്പോൾ കാണുന്നത്. ആൻഡ് ഭയങ്കര മോശം റോഡായിരുന്നു ഗൈസ്. അങ്ങനെ ട്രക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ വണ്ടിയുടെ അടുത്ത് തന്നെ തിരിച്ചെത്തി. അങ്ങനെ എല്ലാവരും വണ്ടി കയറി നേരെ ഫുഡ് കഴിക്കാനാണ് പോയത്. ഏറ്റവും അടുത്തുള്ള ഒരു ഹോംലി മീൽസിലാണ് ഞങ്ങൾ കയറിയത്. ട്രക്കൊക്കെ ചെയ്ത് എല്ലാവരും വിശന്നിരിക്കായിരുന്നു. ആൻഡ് നല്ലൊരു ഡീസൻറ്റ് ഫുഡായിരുന്നു ഗൈസ്. അങ്ങനെ തിരിച്ച് വണ്ടിയൊക്കെ കയറി പോകുന്ന വഴിക്ക് വഴി മൊത്തം കോടയായിരുന്നു. നല്ല രസമുള്ളൊരു ക്ലൈമറ്റായിരുന്നു. നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യണില്ല കോഴിക്കോടിൻ്റെ അടുത്ത് ഇത്രയും നല്ല കോടയും നല്ല തണുപ്പൊക്കെ ഉള്ളൊരു സ്ഥലം ഉണ്ടെന്ന്. അങ്ങനെ 2 ദിവസം അടിച്ചു പൊളിച്ച് ഈ ട്രിപ്പ് അവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ എല്ലാവരും തിരിച്ച് ഞങ്ങളുടെ വീടുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഗൈസ്, ഞങ്ങളുടെ ട്രിപ്പ് എല്ലാം കഴിഞ്ഞു. അടിപൊളിയായി വീട്ടിലെത്തി. ഞങ്ങൾ ഫ്രഷൊക്കെ ആയി ഫുഡൊക്കെ കഴിച്ചിരിക്കുകയാണ്. അപ്പൊ അടിപൊളി ട്രിപ്പായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പുതിയൊരു സ്ഥലം, നല്ല തണുപ്പ്, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.